അതെ നാത്തൂനെ, എന്റെ മോളുടെ മനസ്സിൽ മഹിയെക്കുറിച്ച് ഇത്രയും ആഗ്രഹം തോന്നാൻ കാരണം നമ്മളാ. എന്നിട്ട് ഇവളെ ഇങ്ങനെ വേദനിക്കാൻ അനുവദിച്ചൂടാ. ആന്റി, നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണം. എന്റെ മഹിയേട്ടന് ഞാൻ ആ വേലക്കാരിക്ക് വിട്ടു കൊടുക്കില്ല. അവരുടെ എല്ലാ പ്ലാനിങ്ങും തകർക്കണം. നിനക്കൊപ്പം ഞങ്ങളുണ്ട്. അതേ മോളെ, കരഞ്ഞു തളരുകയല്ല വേണ്ടത്. ഈ തൊട്ടാവാടിയാകാനും തോൽവി സമ്മതിച്ച് പൊട്ടിക്കരയാനും അല്ല അമ്മ നിന്നെ പഠിപ്പിച്ചത്. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഈ ശ്രേയ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും ഈ ശ്രേയയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതെ, മഹി നിന്റെയാ. നമ്മളെ മണ്ടന്മാരാക്കി മഹിയുടെ ഭാര്യയായി വാഴാൻ ഗംഗ അനുവദിക്കില്ല. ഈ കൈലാസത്തിലെ ദേവയാനിയാ പറയുന്നത്. അവരെ ഒരിക്കലും ഒന്നാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെന്ത് ചെയ്യാനും നിനക്കൊപ്പം ഞാനും ഉണ്ടാവും. എടി ഗംഗ, എന്റെ മഹിയേട്ടനെ സ്വപ്നം കണ്ട നിനക്ക് ഇനി സർവനാശമാ. അമ്മേ, അമ്മേ, ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. നന്നായി. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഓരോരോ ആപത്തുകളല്ലേ മാറി മാറി ഈ കുടുംബത്തെ സംഭവിക്കുന്നത്. അതിന് പരിഹാരത്തിന് ഈശ്വരസന്നിധിയിൽ പോകുന്നത് നല്ലതാ. ഗംഗയ്ക്ക് വയ്യാതെ വന്നതിന് ശേഷം ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിച്ചില്ലല്ലോ. കുറച്ചുനാളുകൂടി പോകുന്നോണ്ടായിരിക്കും. ഗംഗയുടെ മുഖത്ത് ഇന്നൊരു പ്രത്യേക തെളിച്ചമുണ്ട്. കല്യാണ പെണ്ണിനെ പോലെയുണ്ട്. പോയിട്ട് വരാം അമ്മേ. സന്തോഷമായിട്ട് പോയിട്ട് വാ മക്കളെ. വാ മോളെ. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. നീ ഒന്ന് അടങ്ങു മോളെ, എടുത്തു ചാടിയിട്ട് കാര്യമില്ല. അതെ, അങ്ങനെ ചെയ്താൽ പരാജയം നമുക്കാവും. പക്ഷേ മഹിയേട്ടനൊപ്പം ഇങ്ങനെ ചാഞ്ഞു നടക്കാൻ ഇനി ഞാൻ ഇവളെ അനുവദിക്കില്ല. ഞാനും ക്ഷേത്രത്തിലേക്ക് പോവാ. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും വരാം. ശരിയാ, നീ ഒറ്റയ്ക്ക് പോയാലേ എടുത്തു ചാടി എന്തെങ്കിലും അപകടം വരുത്തി വെക്കും. ഒരു കാര്യം ചെയ്, നിങ്ങൾ കാറിൽ പോരെ, ഞാൻ മുന്നേ സ്കൂട്ടറിൽ പോവാ. എനിക്ക് ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ. നിന്റെ പ്ലാൻ എന്താണെന്ന് തെളിച്ചു പറ ശ്രേയേ. അതൊക്കെ പറയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഇന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മഹിയേട്ടനും ഗംഗയും മാളുവും ഈ വീട്ടിലെത്തില്ല. രണ്ടിന്റെ ശാന്തി മുഹൂർത്തം ഇന്ന് റോഡിൽ അവസാനിക്കും. മോളെ, അങ്ങനെ ചെയ്താ മഹിയെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടില്ലേ? മഹിയേട്ടനെ എനിക്ക് നേടിയെടുക്കാനാ ഞാൻ ശ്രമിച്ചത് മുഴുവനും. അത് നടക്കില്ലെങ്കിൽ മഹിയേട്ടനെ പിന്നെ വേറെ ആർക്കും ലഭിക്കാൻ പാടില്ല. എല്ലാം അവസാനിക്കട്ടെ. എന്നെ ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റിയത് മഹിയേട്ടനാ. മഹിയേട്ടനോടുള്ള സ്നേഹമാ എന്നെ ഭ്രാന്തിയാക്കിയത്. നിന്നെ എനിക്ക് മനസ്സിലാവും ശ്രേയേ. നീ എന്തുമാത്രം മഹിയെ ആഗ്രഹിച്ചിരുന്നു. ഇന്നുവരെ മഹിക്ക് ഒരാപത്തും വരരുതെന്നാ ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ അവൻ ആ വേലക്കാരി പെണ്ണിന് എന്നേക്കാൾ വില കൊടുക്കുന്നത് മുതൽ എന്റെ മനസ്സിലും അവൻ ആ സ്ഥാനമേ ഉള്ളൂ. എല്ലാം ശ്രദ്ധിച്ചു വേണം. ആ ഗംഗയ്ക്ക് ഒടുക്കത്തെ ആയുസം. ഇന്നത്തെ കൊണ്ട് എല്ലാം അവസാനിക്കുന്നത് അമ്മ കണ്ടോ? ഞാൻ ഇറങ്ങോ, നിങ്ങൾ പുറകെ പോരെ. ശരി.
നാത്തൂനെ നമുക്ക് ഇറങ്ങിയാലോ? ഇതാണ് മഹിയേട്ടന്റെ കാറ്. പെട്ടെന്ന് ഇതിന്റെ ബ്രേക്ക് കെട്ടിയോ? എന്തോ പണിയൊപ്പിക്കാനുള്ള പുറപ്പാടിലാന്ന് തോന്നുന്നു. എന്റെ മഹിയേട്ടനെയും ഗംഗയും ഒന്നും ചെയ്യാൻ നിനക്ക് സാധിക്കില്ല ശ്രേയെ. അവർക്ക് കാവലായി ഞാനുണ്ടാവും. എന്തായി മോളെ? എന്താവാൻ, രണ്ടിന്റെ ശാന്തി മുഹൂർത്തവും കല്യാണവും എല്ലാം ഇന്നത്തോടു കൂടി അവസാനിക്കും. ആ വർക്ക്ഷോപ്പിലെ ആളെ വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വസിക്കാം, അല്ലെങ്കിൽ ദോഷം അവന് തന്നെ ആവും. അല്ല മോളെ, ഇതൊരു എടുത്തയാട്ടാവോ? മഹിയും കൂടി നിനക്ക് നഷ്ടാവും, അത് നീ മറക്കണ്ട. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, മഹിയേട്ടനെ നേടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷേ മഹിയേട്ടൻ എന്റെ മനസ്സറിഞ്ഞില്ല. എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട, അതാ എന്റെ തീരുമാനം. നിന്നെ എനിക്ക് മനസ്സിലാവും ശ്രേയെ. നിന്റെ തീരുമാനമാണ് ശരിയെന്നും അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കൂട്ടുനിൽക്കുന്നെന്നും വീട്ടിൽ വെച്ച് പറഞ്ഞല്ലോ. മാഡം പറഞ്ഞ പോലെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാഡം, ഇത് ചെയ്തത് ഞാനാണെന്ന് ആരും അറിയല്ലേ. അത് നീ ശ്രദ്ധിച്ചോണം. ഇവിടെ സംഭവിച്ചത് ഇതോടെ മറന്നേക്കണം. നിങ്ങൾക്ക് പോവാം, പറഞ്ഞ പണം ഞാൻ എത്തിച്ചോളാം. ഓക്കെ മാഡം, ശരി. അപ്പോ ഇന്നത്തെ കൊണ്ട് ഗംഗ എന്ന പൊതുശത്രു അവസാനിക്കും. അതെ അതെ, ഓർക്കുമ്പോ തന്നെ മനസ്സിനൊരു കുളിര്. എന്നെ ഉപേക്ഷിച്ച് ഗംഗയെ സ്വീകരിച്ചതോടെ മഹിയേട്ടന്റെയും ഗംഗയുടെയും കഷ്ടകാലം തുടങ്ങി. ഇനി രണ്ടിനും പരലോകത്ത് ശാന്തി മുഹൂർത്തം ആഘോഷിക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ആ സ്കൂട്ടർ അവിടെ നിന്ന് മാറ്റി വെക്കട്ടെ. ഹാരം ചാർത്തിക്കോളൂ.
കാണുന്നില്ലല്ലോ. ഛേ, ഇവരെന്താ ഇതുവരെ വരാത്തത്? ധൃതി പിടിക്കാതെ നാത്തൂനെ, അവർക്ക് അകത്ത് പൂജയൊക്കെ ഉണ്ടല്ലോ. ശരിയാ, അവരുടെ അവസാനത്തെ പൂജകൾ ഭംഗിയായി നടക്കട്ടെ. എന്നാലും അവരൊന്ന് വന്ന് കാറിൽ കയറുന്നത് വരെ ഒരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. ഇന്ന് ഗംഗയുടെയും മഹിയേട്ടന്റെയും ആ കുട്ടിപ്പിശാശിന്റെയും അവസാന യാത്രയായിരിക്കും. നടക്കില്ല ശ്രേയെ. എന്റെ മോളുടെയും മഹിയേട്ടന്റെയും ഗംഗയുടെയും ശരീരത്ത് ഒരു നുള്ളു മണ്ണ് വീഴാൻ ഞാൻ അനുവദിക്കില്ല. മഹിയേട്ടന്റെ കാറിന്റെ ബ്രേക്ക് മുറുക്കിക്കഴിഞ്ഞു. അതുമാത്രം പോരല്ലോ, എന്റെ മഹിയേട്ടനെയും മോളെയും ഉപദ്രവിക്കാൻ നോക്കിയ നിനക്കൊക്കെ ഒരു പണി ഞാൻ ഇപ്പൊ തരാം. മഹിയേട്ടന്റെ കാറിന്റെ ബ്രേക്കല്ലേ നീയൊക്കെ കളഞ്ഞത്? അതേ ആയുധം തന്നെ നിനക്കും ഇരിക്കട്ടെ. നാളു അതെ, കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ എവിടെ ഇരിക്കുന്നേ? നമുക്ക് പോണ്ടേ? പോവാൻ മാളു, കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ അല്ല ഇങ്ങ. അതെ, അത് മാണുവിന് മനസ്സിലാവാത്തോണ്ടാ. മനസ്സ് ശാന്തമായിട്ട് ഈ ഇരിക്കുന്നതിനൊരു സുഖം, ഒരു ഭാരങ്ങളും ഇല്ലാതെ മനസ്സിൽ 1000 സന്തോഷത്തോടെ മഹേട്ടനോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യമായിട്ടാ. ആദ്യമായിട്ടും? ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് കുട്ടിക്കാലത്താ. നിങ്ങളുടെ കുട്ടിക്കാലത്തോ? അതെ, അന്നൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ മാളു? എന്ത് രസം? ഇന്നത്തെ പോലെ കുട്ടികൾക്ക് കളിക്കാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു അന്ന്. അന്നൊക്കെ കുട്ടികളെല്ലാരും ഒരുമിച്ച് കൂടിയാ കളിക്കുന്നതൊക്കെ. എന്തൊക്കെ കളികള്? സാറ്റ് കളി, കിളിത്തട്ട്, കുട്ടിയും അങ്ങനെ കൊറേ ഉണ്ട്. ഗംഗയച്ഛനും ഒരുമിച്ചാണോ കൂട്ടുകാരുടെ അടുത്ത് പോകുന്നത്? എനിക്ക് കൂട്ടായിട്ട് ആകെ ഉണ്ടായിരുന്നത് മഹിയേട്ടനായിരുന്നു. എന്റെ കുട്ടിക്കാലം മുഴുവൻ മഹിയേട്ടനോടൊപ്പമായിരുന്നു. ഇവരിതെന്ത് ചെയ്യുവാ? സമയം എത്രയായി? ഒരു മാലയിട്ട് ചെറിയൊരു പൂജ ചെയ്യുന്നതിന് ഇത്രയും സമയമോ? ഇത് തന്നെയല്ലേ നാത്തൂനെ ഞാൻ കുറച്ചു സമയം മുമ്പ് ചോദിച്ചേ. എന്നാലും ഇത്രയും വലിയ പൂജയോ? ശ്ശോ, സമയം പോകുന്നു. ആന്റി ഒന്ന് സമാധാനിക്ക്. അവരെത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ വേണ്ടത് ക്ഷമയാ. അതിന്റെ ഫലം ഇരട്ടി മധുരമായിരിക്കും, അതുറപ്പാ. അതെ, ഇരട്ടി മധുരം തന്നെയായിരിക്കും. അത് പക്ഷേ നിങ്ങൾക്കല്ല ശ്രേയെ, എനിക്കാ. മഹേട്ടന് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നമ്മൾ മാലയിട്ടത്?
ഉണ്ട്. ഞാൻ എന്ത് കരുതിയിരുന്നത് അന്ന് ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന്. അന്ന് രാത്രി എനിക്ക് ശരിക്കും വിഷമായി. മഹിയേട്ടനെ കാണാൻ പറ്റാതെ അന്ന് മുഴുവനും ഞാൻ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ മഹിയേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. മതി മതി, എനിക്ക് വിശക്കുന്നു. രണ്ടാളും ഒന്ന് വന്നേ. ബാക്കി കഥ നമുക്ക് വണ്ടി ഇരുന്ന് പറയാം. വാ. ബൈ. നിന്റെയൊക്കെ കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ച് തകരുന്നത് എനിക്ക് നേരിട്ട് കാണണം. ഇവളെന്താ ഒന്നും പറയാതെ പോകുന്നത്? കുറെ കാലം മനസ്സിൽ ആഗ്രഹിച്ചല്ലേ മഹി. ചെറിയൊരു വിഷമെങ്കിലും മനസ്സിൽ കാണും. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നെ? വന്ന് വണ്ടിയിൽ കയറ്. ആ ഗംഗയുടെ അവസാനത്തെ പെടച്ചില് നേരിട്ടൊന്ന് കാണണ്ടേ? ആ അതാണോ? അത് വേണം വേണം. എന്നാ വാ. ആ, അയ്യോ